അമ്മോ 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 ആരാത്? ഞാനാമോ അനിയൻകുട്ടൻ. നീ എന്തിനാ പോന്നേ? ബോംബെ നിന്ന് നാണി വന്നിട്ടുണ്ട്. അപ്പൊ അവക്ക് അമ്മാവനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം. അപ്പൊ ചേച്ചിനോട് പറഞ്ഞു ഉടനെ അമ്മാവനെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ. ഇനിയിപ്പോ ഈ രാത്രിയിലോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കാം ഓരോരുത്തന്മാര് തെങ്ങേ കയറാൻ. ആ അത് നേരാ. എന്നൊരു കാര്യം ഞാൻ അമ്മാവനൊന്ന് പോയി അവിടെ കണ്ടു പോരെ, ഞാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെയാണെങ്കിലേ ഞാനിതങ്ങ് പൂട്ടിച്ചിറങ്ങാം. പിന്നെ നീ വന്നിട്ട് അധിക നേരമൊന്നും ആയില്ലേ? അല്ല മാമ പൂട്ടിയത് നേരെ വീണോ നോക്കിയതാ. ഞാനല്ലേ പൂട്ടിയത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ ഈ പൂട്ട്? ആ ദാണ്ടേ അമ്മാവൻ. എടി മോളെ നാണി, നീ എപ്പോ വന്നടി? ഞാൻ വന്നിട്ട് 2 ദിവസമായി അമ്മാവ. എന്നിട്ട് പിന്നെ എന്നെ അറിയിക്കാൻ എന്താ? അല്ല എവിടെ തന്തയ്ക്കുക പതിവില്ല. എടാ ഒരു കസേര കണ്ടത് അമ്മാവാ, അതോട്ടിരിക്കാം. എന്നാ മോളെ, നമ്മുടെ പരദേവതയ്ക്ക് നേരിച്ച് ഉണ്ണിയപ്പ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അമ്മാവ ഞാൻ ഇപ്പൊ വരാവേ. എന്നാ ഓരോ ഉണ്ണിയപ്പം നീ എനിക്കുണ്ടോ? എടാ നമ്മുടെ പരദേവതയ്ക്ക് അതുകൊണ്ടല്ല, എനിക്ക് വിശപ്പരാത്തോണ്ടാ. വിശപ്പിനാണോ പ്രസാദം കഴിക്കുന്നത്? അതൊന്നും കഴിക്കില്ല അദ്ദേഹം. ഭഗവാനെ തോൽപ്പിക്കാൻ നടക്കുകയില്ലേ? അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട്. അല്ല ഞാനൊന്നും പറയണില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്താ മോളേത്? അമ്മ ഞാൻ ബോംബെന്നുണ്ടെന്നാ. കൊള്ളാം. ഒരു കുട്ടനാടൻ കൃഷിക്കാരന്റെ എല്ലാ ആവശ്യവും മനസ്സിലാക്കി നീ പെരുമാറി. ഞാനിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മാവിന്റെ മൃദംഗമൊക്കെ ഇപ്പോഴുണ്ടോ? നീ ഇപ്പോഴും അത് ഓർമ്മ വച്ചിരിക്കുന്നു. അതുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് കാലം പോകുന്നത് അറിയുന്നില്ല. ചങ്ങമാവ എന്നെ വായിച്ചു കേൾപ്പിക്കണേ. നിനക്ക് താല്പര്യമെങ്കിലും ഉണ്ടല്ലോ. ദേ നിൽക്കുന്ന ഒരു കാളാ. അപ്പൊ പിന്നെ മൃദംഗവാസന അപ്പാടെ എനിക്കാ കിട്ടിയിരിക്കുന്നത്. വേറെ ഒരുത്തിന് തൊട്ട് തെറിച്ചിട്ടില്ല. ഞാനൊന്ന് ഇറങ്ങട്ടെ മക്കളെ, നാളെ രാവിലെ വരാം. ശരിയമ്മ. എന്തോന്നാടാ? നീ മൃദംഗം വായിക്കുവാണോ? അത് സ്വന്തമായിട്ടൊരു മൃദംഗം കയ്യിലില്ലെങ്കിലും അത്യാവശ്യം വേണ്ട താളോട്ടമൊക്കെ എന്റെ കയ്യിലും ഉണ്ട്. അത് കൊള്ളാം. നീ തൂത്തൂത്തി മണ്ണ് മുഴുവൻ കളയും. നീ തന്നെ പോയി കുളിക്കാൻ നോക്ക്. ഞാൻ തൂക്കാന്നേ. ഞാൻ നല്ല വൃത്തിയായിട്ട് തൂക്കുവാ. അനിയൻകുട്ടൻ സാറില്ലേ ഇവിടെ? ആരാ മനസ്സിലായില്ല? ഞാൻ ഉറുമീസ്, ബംഗ്ലാവിലെ. അവൻ പാടത്ത് പോയിരിക്കുക. സാറ് പറഞ്ഞു ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരാൻ. ഞാൻ വരട്ടെ? ഇവിടെ ഇല്ലല്ലോ? ഏയ് ഇല്ല. തീർച്ചയല്ലേ? രാവിലെ പോയതാ. ശരി വരട്ടെ. കുക്കു. കുക്കു. ഈ തമ്മിന്റെ ഒരു കാര്യം. ബംഗ്ലാവിലെ പുത്തമ്പുറത്തേക്ക് അനിയൻ ചേട്ടനെ പിടിച്ചെന്ന് തോന്നല്ലോ. ഇത്രയും കാലമായിട്ടും നമ്മളിവിടെ പറയുന്ന വാക്കുകളൊന്നും നീ മറന്നില്ലല്ലോ. എന്നെ ഓർമ്മിപ്പിക്കാൻ പഠിപ്പിച്ച ചേച്ചിയല്ലേ?
ഞാൻ എവിടെയും വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നേ. ചേച്ചി, ഞാൻ ഇനി ഇവിടം വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. പോകണ്ട, അത്രയും സന്തോഷം. കൊച്ചമ്പ്ര ഇംഗ്ലീഷ് എവിടെയൊന്നും ഞാൻ അവിടെ ഇംഗ്ലീഷ് പറഞ്ഞത് എല്ലാ വെട്ടുകണ്ണം വരാതിന്റെ വേലയില്ലേ. അങ്ങനെ അസ്പർ മലയാളം പറയുന്നു. പിന്നെ തളിപ്പറമ്പ്. നമസ്കാരം. സാറിന്റെ കാര്യം ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. കാലത്ത് തന്നെ പണിക്കിറങ്ങിയല്ലേ? ഇത് ഞങ്ങളുടെ നിത്യ തൊഴിലല്ലേ. പിന്നെ എന്ത് പറയുന്നു? റെസ്പോൺസിബിലിറ്റി. ഇതിന് നല്ല മെയ് വഴക്കം വേണമല്ലേ? എന്ത് മെയ് വഴക്കം സാർ? ചെയ്തല്ലേ വഴക്കം ഉണ്ടാവേണ്ടത്. എന്താ സാറിനെ കളിച്ചു നോക്കുന്നു? ഉൾക്കു സാറോ? എന്തിനാ സാറിനെ വരുത്തന്നെ? ഒരു കുഴപ്പമില്ല സാർ, ഒളിക്കാൻ ഞാൻ നോക്കിയോളാം. അതെ. ഇതൊക്കെ എന്നത്തേക്ക് ചെയ്യാനൊക്കെ ഇനിയും ഇവനെ ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ കശാപ്പ് ചെയ്യാം. പക്ഷെ ഇത്തവണ ഇവിടൊക്കെ പൊതുവെ കൃഷി മോശമാണ് സാറേ. മൊത്തം മുഞ്ഞേപ്പി. ആരാ ഇനിയും കുട്ടാത്? നമ്മുടെ പ്രാർത്ഥന സാറേ, മാടത്തിലുണ്ടോ നോക്കിയതാ. ഓ, വിളിച്ചതാണോ? ഇത് ഞങ്ങളുടെ ഒരു കുട്ടനാടൻ ഭാഷയാ. സാറ് പോയാലും ഇപ്പൊ വിളിയേക്കും. സാറ് പോവാൻ പോവാ. 5-8 ലക്ഷം രൂപ മുടക്കിയാൽ എന്താ അക്രമമായി കാണിക്കണേ? സാറ് ധൈര്യമായിട്ട് പോയാട്ടെ. ഞാൻ കുഴി എങ്ങനെ വിളിയേക്കൂ? സംശയ മനസ്സ് നന്നായിരിക്കണേ. ഞാൻ നോക്കട്ടെ. വളരെ നാളായി അനിയൻകുട്ടൻ എന്റെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം അനുഭവപ്പെട്ടിട്ട്. എത്ര മനോഹരമാണ് ഈ നാട്. അതല്ലേ സാർ കുട്ടനാടെന്ന് പറയുന്നത്. കാനനച്ചോലകളിൽ ചെറിയ ചെറിയ ചെമ്മരിയാടിനെ മേയ്ക്കുവാനായി ഞാനും വരട്ടെ ചേട്ടാ നിന്റെ കൂടെ. പാടിയത് ശരിയായിട്ടില്ലല്ലോ. എന്താ അതില് തെറ്റ്? ചെമ്മരിയാടല്ലോ, ആടല്ലേ? എന്താണായാലും എനിക്കെന്താ? ഓരോരുത്തരും ഓരോന്ന് എഴുതി വയ്ക്കും. അങ്ങനെ പാടാൻ കിട്ടില്ല. ഓരോരുത്തരും ഓരോന്ന് എഴുതി വയ്ക്കുന്നു. എടോ, ഇത് എഴുതി ആരാന്ന് അറിയാടോ? എനിക്ക് അറിയാവുന്ന ഇത് എഴുതി ആരാന്ന് എനിക്ക് അറിയോ? ആരെങ്കിലും എഴുതട്ടെ. ആരെങ്കിലും? ചെങ്ങമ്പുഴ സാർ. ചെങ്ങമ്പുഴ. ചങ്ങമ്പുഴ വലിയ കവിയിൽ അങ്ങനെ വലിയ മഹാകവിയായിരിക്കും. പക്ഷേ എനിക്ക് നാളത്തെ തലമുറയോട് ചില കടപ്പാടുകളുണ്ട്. ഞാനിവിടെ ജീവിച്ചിരുന്ന തെളിവ് വേണം. ചെങ്ങമ്പുഴയുടെ വരി മാറ്റി താഴോട്ട് ചുക്കും ചെയ്യേണ്ടുവാ. ഞാൻ മാറ്റും. മാറ്റം ഒക്കൂല. ചെങ്ങമ്പുഴയുടെ വരി ശരിയായിട്ട് പാടിയേ പറ്റത്തുള്ളൂ. അത് പറ്റില്ല സാർ. സാർ അത് പറയണം സാർ. ചങ്ങമ്പുഴ അങ്ങനെ എഴുതിക്കോട്ടെ, ഉറുമീശ് ഇങ്ങനെ പാടിക്കോട്ടെ. അതെന്തിനായ ചങ്ങമ്പുഴ അങ്ങനെ എഴുതട്ടെ, ഇയാള് ഇങ്ങനെ പാടട്ടെ എന്ന്? സാറ് കള്ളനാ? ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ രസിക്കുകയായിരുന്നു അനിയൻകുട്ട. എന്നെ കൊണ്ട് കളു കുടിപ്പിച്ച് എല്ലാവരും രസിക്കല്ലേ? അനിയൻകുട്ടൻ ചൂടാണോ സാർ? ഇയാളാരാ സാർ? തന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്തേക്ക് ചെങ്ങമ്പുഴാണെന്ന് വിചാരിച്ചേ. അനിയൻകുട്ടയും ബഹളമെല്ലാം ഉണ്ടാക്കുമ്പോ ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർമ്മിച്ചു പോവുകയാണ്. ഇപ്പൊ സാർ ഉള്ളു തുറന്ന് സംസാരിച്ചു. കുട്ടനാടൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് സംസാരിക്കണം സാറേ. സാർ നല്ലവനാ. പക്ഷെ ഇയാളുണ്ടല്ലോ,
ഉറുമേസ്. പോടാ. താൻ കള്ളനാ, പേരും കള്ളനാ. താൻ എന്തോട് പറഞ്ഞ സാർ മലയാളം പറയത്തില്ലടോ? പറയത്തില്ലോ മലയാളം? സാറ് മലയാളം തത്വ പോലെ പറയല്ലോ. പിന്നെ താൻ എന്തോ പറഞ്ഞ മലയാളം അറിയത്തില്ല? പിന്നെ താൻ എന്തോ താൻ ആരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അവിടെ പറഞ്ഞ്? താൻ നാട്ടിൽ നിന്ന് ആളെ കൊണ്ട് പണിയെടുപ്പിക്കോ ഇവിടെ? കുട്ടനാട്ടിൽ ചെറിയ ചെറിയ ആളുകളില്ലെങ്കിൽ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ചെറിയ ചെറിയ ചെമ്മരിയാനെ ഇവിടെ കൊണ്ടുവന്ന് മേയ്ക്കും. അതിനിപ്പോ എന്താ? എനിക്ക് ഈ തലമുറയോട് ചില കടപ്പാടുകളുണ്ട്. പക്ഷേ ചെമ്മരിയാട് തന്നെ വേണം. ഈ ചങ്ങമ്പുഴയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമ്മളെന്തിനാടോ വെറുതെ ഉടക്കുന്നേ? ഞാൻ വിറ്റ, ഞാൻ ഭയങ്കര വിറ്റ. ഞാൻ ഒരുപാട് കഴിക്കുകയും ചെയ്യും. എനിക്ക് ഒരു ഞാൻ വീട്ടിൽ പോവാം. എനിക്ക് അതിനെക്കുട്ടി ഇരുന്നട്ടെ, നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല, അത്ര ഫിറ്റൊന്നുമല്ല. ഇരുന്നോട് സാർ, അതെ സാറാണ് നല്ലത്. ഇത്രയും നാളെ ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഇനി അവളെയും കൂടെ അറിയിക്കുന്നുണ്ട് തോന്നിയാസല്ല. അതെങ്ങനെയാ? നാണോമാനം വേണ്ടേ? ഒരാളോടും ഒരു കിടക്കാൻ പറഞ്ഞില്ലല്ലോ. കള്ളു വിളിച്ച വല്ലപ്പോഴൊക്കെ അത് ഛർദ്ദിച്ചെന്നിരിക്കും. നമ്മുടെ വീട്ടിലാണ് ഞാൻ ഛർദ്ദിക്കുന്നത്. അത് കാണാൻ സൗകര്യമുള്ള ഇവിടെ നിന്നാ അല്ലേ? പോട്ടോള് ഇപ്പൊ അവളെ പേടിച്ചാ ജീവിക്കാൻ പോകുന്നു. അവളെ കൊണ്ട് കാണിച്ചത് അത് പറയാൻ നിനക്ക് എന്താണ് യോഗ്യത? നാണം കെട്ടവനെ, കള്ളും കുടിച്ചവരെ കാണാൻ ചമയുന്നു. ചേച്ചി, എവളൊക്കെ നാളെ അങ്ങ് പോവും. ഞാനേ കാണത്തുള്ളൂ അവസാനം വരെ, അതോർത്തോ? അതേടാ, എന്റെ അവസാനം കണ്ടിട്ടേ നീ മര്യാദ പഠിക്കും. ചേച്ചി കൂടുതലോട് സംസാരിക്കരുത്. സംസാരിക്കും. ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞേക്കാം. പോടാ. എന്താ ചേച്ചി? അയ്യോ, അനിയൻ ചേട്ടൻ പോകുന്നു. വിളിക്കുക ചേച്ചി. കള്ളറങ്ങുമ്പോ തിരിച്ചു വരും. എന്താ മോനെ? എന്നെ അവിടെ ഇറക്കി വിട്ടു. എന്റെ ചേച്ചി ഇറക്കി വിട്ടു. പോടാന്ന് പറഞ്ഞു. അതൊക്കെ അവള് വിഷമം കൊണ്ട് പറയുന്നതല്ലേ മോനെ? ഉമ്മ, കല്ലൂടിമാർക്ക് രാത്രി ഇവിടെ പ്രവേശനമല്ലെന്ന് പറഞ്ഞേക്കണേ. ആവിനാ, നിനക്ക് കള്ളൂടി ഒന്ന് നിർത്തിയാൽ എന്താ മോനെ? ഉമ്മ, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ കള്ളു കുടിച്ചു വന്നാൽ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? ഈ പരുവത്തിൽ നിന്നെ കണ്ട അവള് പൊട്ടിച്ചിരിച്ചേനെ. അതെന്താ ഉമ്മ അമ്മ പൊട്ടിച്ചിരിക്കുമെന്ന് പറഞ്ഞത്? ഓ, ശാരദക്കുട്ടിക്ക് എല്ലാം ഒരു കളിതാമാശയായിരുന്നു. നിന്നെ പോലെ തന്നെ. ഉമ്മ, എന്റെ അമ്മ ഇവിടെ എപ്പോഴും വരുമായിരുന്നല്ലേ? രാവിലെ ഒരു പുസ്തകമായിട്ട് അവള് കൊണ്ട് വരും. ഒരു മടിച്ച കുന്തായിരുന്നു അവള്. ഒരു ജോലിയും ചെയ്യത്തില്ല. ഒരുപാട് പുസ്തകം വായിക്കായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു പുസ്തകം വായിച്ചേ പിന്നെ എന്നെ കാണുമ്പോ ചോദിക്കായിരുന്നു, എന്റെ ഇപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നോ നബീസാന്ന്. ആദ്യം ചോദിച്ചപ്പോ കാര്യം അറിയാതെ ഞാൻ നേര് പറഞ്ഞു, ആന ഉണ്ടായിരുന്നില്ല, ഒരു ചായക്കട ഉണ്ടായിരുന്നു. എന്തൊരു ചിരിയായിരുന്നെന്നോ. ഒരു കിലുക്കാൻ പറ്റിയ ഞാനായിരുന്നു എന്റെ ശാരദക്കുട്ടി. ഇതെല്ലാം ഇവിടെ എവിടെയോ ഇരുന്ന് അവള് കേൾക്കുന്നുണ്ടാവും. നീ വല്ലതും കഴിച്ചാണോ മോനെ? വേണ്ടുമാ. ചോറും മീൻകറിയുടെ ചാറും കാണും, എടുത്തു വെക്കട്ടെ. എനിക്ക് വിശപ്പില്ല. എന്നാ മോൻ ചെല്ല്, അവൾ അവിടെ കാത്തിരിക്കായിരിക്കും. ചെല്ലു മോനെ. ഇരിക്കുന്ന ആളാ. വിവരമുണ്ടോ? ഇല്ലാതില്ല. മര്യാദ ഉണ്ടോ? അതും ഇല്ലാതില്ല. അനിയൻ ചേട്ടനെ നിങ്ങൾ ഇങ്ങനെ കള്ളു കുടിപ്പിക്കരുത്. ചേച്ചിയാ വീട്ടിൽ നിന്ന് തീ തിന്നുന്നത്. ഞാൻ കുടിപ്പിച്ചതല്ല, അനിയൻകുട്ടൻ കുടിച്ചതാണ്. വീട്ടിൽ വെച്ച് ചേച്ചി ഇങ്ങനെ കുടിക്കാറില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് കുടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ഇവിടെ വെച്ച് പാതിരാത്രി വരെ കള്ളു കുടിപ്പിക്കുമ്പേ വീട്ടിൽ രണ്ടുപേര് കാത്തിരിക്കാണെന്ന് ഓർക്കണം. ഇനി ഒരിക്കൽ കൂടി എനിക്കിത് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. അവസരം ഉണ്ടാക്കരുത്. ഒന്ന് നിൽക്കൂ. വീട്ടിൽ കാത്തിരിക്കുന്ന ഒരാളെ മനസ്സിലായി.
ചേച്ചി, മനസ്സിലായില്ല. വീട്ടിൽ കാത്തിരിക്കുന്ന മറ്റൊരാള്. ഓ, ഉമ്മ, ആമിന ബീവി, അസ്സലാമു അലൈക്കും. ഉമ്മ, ഒന്ന് മിണ്ടാണ്ടിരിക്കട്ടെ. ഉമ്മ, വീട്ടിലെ ആഭ്യന്തരമൊക്കെ ഇന്നലെ ശാന്തം. അതിനാണോ ഉമ്മ എന്നെ വിളിപ്പിച്ചത്? അതിനൊന്നല്ല. പിന്നെ ബഷീർ മറ്റന്നാ വരുന്നുണ്ട്. ആ ആ ആ ആമനയുടെ കല്യാണക്കാർ ഉറപ്പിച്ചു. ആഹാ. ആ എന്നിട്ട് അവന്റെ കൂടെ ഞങ്ങളും ബോംബെക്ക് ചെല്ലണമെന്നാ അവൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഞാനെന്ത് പറയാനോ ഉമ്മ? എത്രയും പെട്ടെന്ന് ആമിന ബീവിയെ ഒരു കസവ് തട്ടമിട്ട് കെട്ടി ചെങ്കുവിടുക. ചെറുക്കൻ ഇങ്ങോട്ട് വരാൻ നേരല്ല. നമുക്ക് കൂടെ അങ്ങോട്ട് അയക്കാം. അതെന്നാ ഇപ്പൊ ചെയ്യാൻ പോണത്? ബോംബെയിൽ വെച്ച് നിക്കാഹ് നടത്തണമെന്നാണ് അവരിപ്പോ പറയുന്നത്. നടത്തണം ഉമ്മ, ഗംഭീരമായിട്ട് തന്നെ നടത്തണം. അനിയൻകുട്ടൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം മാത്രം ഉമ്മ പറഞ്ഞേച്ചാ മതി. എന്ത് പറയുന്നു അറബിക് കഥയിലെ സുന്ദരി? ആ ഇവിടെ വിടുന്നതിലാണ് വിഷമം. നീ രുക്മിണിമാളെയും വിട്ട് പോയേ പറ്റൂ. എന്നാലും ഇത്ര പെട്ടെന്ന് എല്ലാം നല്ലതല്ലേ ഉമ്മ? ബഷീർ അവൻ പാവം വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ബന്ധമല്ലേ ഇത്? ഇത് നടക്കണോ ഉമ്മ? ഉമ്മ നല്ല ആളാ. ഉമ്മയ്ക്ക് എന്തിനാ വിഷമം? ഇവിടെ എനിക്കാ വിഷമം. മറ്റുള്ള ചേച്ചിയെടുത്ത് വല്ലപ്പോഴും ലെവല ഉണ്ടാക്കി പണയെ കഴിയുമ്പം നേരെ ഇങ്ങോട്ട് വരാമായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? ആ വീട്ടിലെ ആഭ്യന്തരം സഹിക്കാൻ വയ്യാതെ മൂക്കാണെന്നുണ്ടെങ്കിലേ അവനാ നിന്റെ വിടലേക്ക് തന്നെ ഞാനും അങ്ങ് പോരും. പോരും ഉമ്മ. ആ നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, കുട്ടനാട്ടുകാര് വലിയ ഹൃദയമുള്ളവരാണെന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻകുട്ടൻ എന്നെ പലതും ഒളിച്ചു വെക്കുകയാണല്ലേ? ഞാനൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ഒരു ചേച്ചിയുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഇനിയും എന്നെ പരിചയപ്പെടുത്താത്ത ഒരാൾ കൂടിയില്ലേ വീട്ടിൽ? കാത്തിരിക്കുന്ന ഒരാള്? കാത്തിരിക്കുന്ന ഒരാളോ? ഒരു സുന്ദരി പെൺകുട്ടി. ഞാൻ പേര് ചോദിച്ചു, പറഞ്ഞില്ല. എന്നെ ഒന്ന് ഒരുപാട് ശകാരിച്ചു. അനിയൻകുട്ടനെ കള്ളുപിടിപ്പിച്ചു എന്നും പറഞ്ഞ് മിടിക്കുക. അയ്യോ അത് നാണിയാ, അവർക്ക് വട്ട. എനിക്ക് ബോംബെയിൽ ഒരു അമ്മാവനുണ്ട്. ആ അമ്മാവന്റെ മോളാ. അല്ല സാറിനോട് എന്ത് പറഞ്ഞു? ഏയ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അനിയൻകുട്ടി എന്താ നേരത്തെ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? അതിന് നമ്മൾ അങ്ങനൊന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ശരിയാ, നമ്മൾ അങ്ങനെയൊന്നും പരിചയപ്പെട്ടിട്ടില്ല. സാറിന് ആരൊക്കെയുണ്ട് വീട്ടിൽ? വളരെ നേരത്തെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. എനിക്കാരുമില്ല അനിയൻകുട്ടൻ. ഓർമ്മയിലെ അമ്മ ഒരു പനംകട്ടിലിന്റെ ഭാഗമായിരുന്നു. അനങ്ങാൻ പോലും വയ്യാത്ത മെല്ലിച്ച ഒരു രോഗി. അച്ഛൻ ഒരുപാട് അന്വേഷിച്ചു നോക്കി, കണ്ടുകിട്ടിയിട്ടില്ല. ഒരനിയത്തി ഉണ്ടായിരുന്നു, കുഞ്ഞുലക്ഷ്മി. മരിച്ചുപോയി. അനിയൻകുട്ടൻ ഭാഗ്യവാന്. അനിയൻകുട്ടനെ പറ്റി ആലോചിക്കാൻ രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ. ഒരുപാട് കാശുണ്ടാക്കി അതിന്റെ മുകളിൽ ഒറ്റയ്ക്ക് ചടഞ്ഞുകൂടിയിരിക്കുകയാണ് ഞാൻ. അല്ല, നമുക്കൊന്ന് നടന്നാലോ? ഓ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം. എന്താ? സാറ് വേണം, ഞാൻ പുറത്ത് കാത്തിരിക്കാം. എന്താ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചാൽ വിശ്വാസം ഉണ്ടായിട്ടിരിക്കുന്നു. എന്താ അനിയൻകുട്ടൻ അങ്ങനെ പറഞ്ഞത്? ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. എനിക്ക് ചോറ് തന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ്. ചോറൂണ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആദ്യം ആക്സിഡന്റ്. അതിലെന്റെ അച്ഛനും അമ്മയും മരിക്കുകയാണ്. ഞാനും ചേച്ചിയും ബാക്കിയായി. പിന്നെ ദൈവം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ സാറ് പോയി തൊഴിലിട്ട് വേണം.